എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റിലാണ് കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകളായാലും ജാപ്പനീസ് മാർക്കറ്റുകളായാലും ചൈനീസ് മാർക്കറ്റുകളായാലും ഇന്ത്യൻ മാർക്കറ്റുകളായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റിലാണ് വെള്ളിയാഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പ്രോമിസിങ് സെൻറ്റിമെൻറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ സെപ്റ്റംബർ മുതൽ പലിശ നിരക്ക് കുറച്ച് തുടങ്ങും. അതുപോലെ തന്നെ അമേരിക്കൻ എക്കണോമി റിസഷനിലേക്ക് പോവില്ല, മറിച്ചൊരു സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് എക്കണോമി റിലേറ്റഡ് ന്യൂസുകളെല്ലാം തന്നെ അമേരിക്കൻ എക്കണോമിക്ക് പോസിറ്റീവാണ്. ഒപ്പം ഇതുവരെ അമേരിക്കയിൽ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികൾക്കൊപ്പം മറ്റ് കോർപ്പറേറ്റുകളും പെർഫോമൻസ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ്. ഇതും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജപ്പാനിൽ Q2 GDP ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജപ്പാനിൽ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ജാപ്പനീസ് മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചൈനീസ് മാർക്കറ്റിലും റിക്കവറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച $2512.4 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്ത ഓൾ ടൈം റെക്കോർഡ് ഹൈ. തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ കാര്യത്തിൽ വീണ്ടും മുന്നേറ്റം തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ പലിശ നിരക്ക് കുറച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റഡ് ആവാൻ സാധ്യതയുള്ളൊരു കമോഡിറ്റി എന്ന് പറയുന്നത് ഗോൾഡാണ്. സേഫ് ഹവൻ അസറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ റാലിയിൽ കാണുന്നത്. ഒപ്പം കോപ്പറും മുന്നേറുകയാണ്, അതുപോലെ തന്നെ സിൽവറും മുന്നേറുകയാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഫ്ലാറ്റ് ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോപ്പറും സിൽവറും തന്നെയാണ് പലവിധ കാരണങ്ങളെ കൊണ്ട് മുന്നേറാൻ പോകുന്നത്. പ്രത്യേകിച്ച് EV രംഗത്ത് സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിലെയും ഇന്ത്യൻ മാർക്കറ്റുകളിലെയും ഒക്കെ മേജറായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് കഴിഞ്ഞ ആഴ്ച. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒല ഇലക്ട്രിക് ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. 76 രൂപയ്ക്ക് IPO എന്നൊരു സ്റ്റോക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 133 രൂപ പെർ ഷെയർ ആണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഈ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നു. IPO അതിൽ ബിഡ് ചെയ്യാൻ തന്നെ, IPOയിൽ അപ്ലൈ ചെയ്യാൻ തന്നെ കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഫസ്റ്റ് ക്രൈ 465 രൂപയ്ക്ക് ഇഷ്യൂ വന്നതാണ്. 651 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IPO റിലേറ്റഡ് സ്റ്റോക്കുകളും നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോലൈസർ രംഗത്ത് എൻ്റർ ചെയ്തിരുന്ന അഡാനി എൻ്റർപ്രൈസസ്, L&T ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ജോൺ കോക്കറിൽ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും Q1 റിസൾട്ടുകൾ ഇന്ത്യയിൽ അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. വലിയ ബിഗ് സർപ്രൈസസ് ഒന്നുമില്ല. എന്നിരുന്നാലും സ്ലൈറ്റ്ലി അബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ പൊതുവെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി ഗവൺമെൻറ് ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്ന ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ബിഡിംഗ് ഒക്കെ ആരംഭിക്കുകയാണ്. ഡാറ്റാ സെൻറ്റർ കമ്പനികൾ, അതുപോലെ തന്നെ ക്ലൗഡ് സർവീസസിലുള്ള കമ്പനികൾ, സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ഇത്തരത്തിലുള്ള കമ്പനികൾ, ഈ കമ്പനികൾക്കൊക്കെയാണ് ഇതിൽ ബിഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സെപ്റ്റംബർ 6 വരെയാണ് ബിഡിംഗ് ഉള്ളത്. തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അനന്തരാജ് ലിമിറ്റഡ്, E2E നെറ്റ്വർക്ക്, അനന്തരാജ് ലിമിറ്റഡ് ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 100% റിട്ടേൺ ആണ് 3 മാസം കൊണ്ട് തന്നെ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ E2E നെറ്റ്വർക്ക് ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെ ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക്
ഓഫർ ഫോർ സെയിൽ ഉണ്ടായിരുന്നു. അവർ ഓഫർ ഫോർ സെയിലിന് കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ഡിമാൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇൻക്രീസ്ഡ് സ്റ്റേക്ക് സെല് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം 8,000 കോടി രൂപ സ്പെഷ്യൽ ഡിവിഡൻ്റ് ആയിട്ടും അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ങിനെ സംബന്ധിച്ചും ഒപ്പം വേദാന്തനെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. കെയ്ൻസ് ടെക്നോളജി നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്ക് ആയിരുന്നു. ഇവർ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് രംഗത്തും കൂടി കടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ സനന്ദിൽ അവർ സ്ഥലവും വാങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 76,000 കോടി രൂപയുടെ സെമി കണ്ടക്ടർ പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പല പ്രൊജക്റ്റുകളും ഈ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെലങ്കാനയിലും ചിപ്പ് റിലേറ്റഡ് മാനുഫാക്ചറിങ് പ്ലാന്റൊക്കെ ഉണ്ട് ഈ കമ്പനീനെ സംബന്ധിച്ച്. അത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസിനാണ് ഉപയോഗിക്കാൻ പോകുന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ കെയ്ൻസ് ടെക്നോളജീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓൾറെഡി നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഇനി അങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് ഒരു പക്ഷേ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കാം. എന്നിരുന്നാലും ലോങ് ടേമിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാനാണ് ചാൻസസ് കൂടുതൽ. നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. SME സെഗ്മെൻറ്റിൽ NSEയിലുള്ളൊരു സ്റ്റോക്കായിരുന്നു കൗസല്യ ലോജിസ്റ്റിക്സ് ലിമിറ്റഡ്. 76 രൂപയ്ക്കാണ് 75 രൂപയ്ക്കാണ് IPO വന്നത്. ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് തന്നെ 120 നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ 104, 105 രൂപയ്ക്കാണ്. ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. 1,600 ആണ് ഇതിൻ്റെ മാർക്കറ്റിലോട്ട്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ SME സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ സ്റ്റോക്ക് പോസിറ്റീവ് റിസൾട്ട് നൽകും. പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് പല ന്യൂസ് ഫ്ലോസും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ DE ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഉണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കും 2024 തന്നെയാണ് ഈ കമ്പനി IPO വന്ന് 203 രൂപയ്ക്കാണ്. നമ്മൾ റെക്കമെൻഡ് ചെയ്ത് 345, 348 റേഞ്ചിലൊക്കെയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 360 ക്വാർട്ടർ 1 റിസൾട്ടുകൾ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം ഓർഡേഴ്സ്, ഓവർസീസ് ഓർഡേഴ്സും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനിക്ക്. തീർച്ചയായിട്ടും ഈ കമ്പനി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ DE ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വയ്ക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് റിട്ടേൺ കിട്ടും എന്നുള്ള നൽകും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇനി നമ്മുടെ തന്നെ ഒരു റെക്കമെൻഡ് സ്റ്റോക്കാണ്. 2 പ്രാവശ്യമായിട്ട് ബോണസ് ഇഷ്യൂക്ക് അനൗൺസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു രാമ സ്റ്റീൽ ട്യൂബ്സ്. 10 രൂപ ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ്. 1 രൂപയാണ് ഫേസ് വാല്യൂ. 154.42 കോടി രൂപയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. 56.33% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്. ഇവർ ഡിഫൻസ് സെഗ്മെൻറ്റിലേക്കും കൂടി കണക്കാണ്. ഡിഫൻസ് സെക്ടറിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ കാണിക്കാനാണ് ചാൻസ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഡെറ്റും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ടുകളാണ്. ഡിഫൻസ് എൻട്രി എന്നീ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കിന് നൽകാൻ ചാൻസസ് കൂടുതലാണ്. ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ തന്നെ റെക്കമെൻഡ് സ്റ്റോക്കാണ്. സ്മാർട്ട് മീറ്റർ രംഗത്തുള്ളൊരു സ്റ്റോക്കാണ്. 2,925.52 കോടി രൂപയുടെ 3 ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് ആണ് ഈ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ സബ്സിഡറിയാണ്. സ്മാർട്ട് മീറ്റർ രംഗത്തുള്ള കമ്പനിയാണ്. 24,383 കോടി രൂപ ടോട്ടൽ ഓർഡർ ബുക്ക് ആയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പ്രത്യേകിച്ച് സ്മാർട്ട് മീറ്റർ അടുത്ത വർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇംപ്ലിമെൻറ്റേഷൻ വരാൻ പോവാണ്. ഏറ്റവും കൂടുതൽ ഓർഡർ ബാഗ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഒന്നും കൂടിയാണ് ജനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസുകൾ. ഇനി നമ്മളെ സംബന്ധിച്ച് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ക്വാർട്ടർ 1 റിസൾട്ടുകൾ കഴിഞ്ഞു. ഇനി വളരെ സെലക്റ്റീവായിട്ട് ബഡ്ജറ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഇൻഫ്രാ റിലേറ്റഡ് സ്റ്റോക്കുകൾ, അക്വാകൾച്ചർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു കണ്ണ് വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം അതാത് സെക്ടറുകളിലുള്ള വളരെ മോഡറേറ്റ് PEയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉണ്ട്. ഞാനൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ അഡാനി പോർട്ട്, JSW
JSW ഇൻഫ്ര, സ്വാൻ എനർജി, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, HAL ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, LNT, ബൊറോസൽ റിന്യൂവബിൾസ്, അതുപോലെ തന്നെ അഡാനി എൻ്റർപ്രൈസസ്, അഡാനി ഗ്രീൻ, അഡാനി പവർ, അഡാനി എനർജി സൊല്യൂഷൻസ്, അക്വാകൾച്ചർ രംഗത്തുള്ള കിങ്സ് ഇൻഫ്ര വെഞ്ചർ, അവാന്തി ഫീഡ്സ്, അപ്പെക്സ് ഫ്രോസൺ ഫുഡ്, ഇൻഷുറൻസ് രംഗത്തുള്ള SBI ലൈഫ്, HDFC ലൈഫ്, ഒപ്പം LIC, അതോടൊപ്പം തന്നെ സോളാർ രംഗത്തുള്ള ധാരാളം കമ്പനികളുണ്ട്. സോളാർ രംഗത്തുള്ള കമ്പനികളുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് ഈ സെക്ടറിലൊക്കെ എൻ്റർ ചെയ്യണം. ഗവൺമെൻറ് സോപ്പുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഹൈ PE റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഒരു കോഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ടെക്നോളജി രംഗത്ത് ഇന്ത്യക്ക് തനതായിട്ടുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കമ്പനിയാണ് ടെക് മഹീന്ദ്ര. ഒപ്പം ടെക് മഹീന്ദ്ര ലീഡ് ചെയ്യുന്നത് ഇൻഫോസിസിൽ നിന്ന് ഇപ്പോൾ ടെക് മഹീന്ദ്രയിൽ ജോയിൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. വലിയ രീതിയിലുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടേൺ അറൗണ്ട് ടെക് കമ്പനിയും കൂടിയാണ്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ടെക് മഹീന്ദ്ര. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ടെക് മഹീന്ദ്രയിൽ നല്ല റിട്ടേൺ നൽകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് സൺ ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ഓർക്കിഡ് ഫാർമ നമ്മുടെ സ്ട്രോങ് റെക്കമെൻഡ് സ്റ്റോക്കും കൂടിയാണ്. നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ റിട്ടേണും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനികളായ റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര റിസ്ക് എടുത്ത് ലോങ് ടൈമിലേക്ക് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന സ്റ്റോക്കുകളാണ് ഈ രണ്ട് കമ്പനികളും. കാരണം വേഴ്സ്റ്റ് സീംസ് ഓവർ ഫോർ ദീസ് കമ്പനീസാണ്. പ്രത്യേകിച്ച് പവർ ഇപ്പോൾ ഡെറ്റ് ഫ്രീ ആണ്. റിലയൻസ് ഇൻഫ്രയും ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റിലേക്കും എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഒരു സബ്സിഡറി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ റിസ്ക് എടുത്ത് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺസ് നൽകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ ഈ പോഡ്കാസ്റ്റിൽ കൂടി എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് 2 അസംബ്ലി ഇലക്ഷൻ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മഹാരാഷ്ട്രയും മറ്റൊരു സ്റ്റേറ്റും കൂടിയുണ്ട്. ഈ 2 സ്റ്റേറ്റും കൂടി അനൗൺസ് ചെയ്ത് അപ്പം ടോട്ടൽ 4 അസംബ്ലി ഇലക്ഷൻസ് ആണ് വരാൻ പോകുന്നത്. ഒക്ടോബർ 4-നാണ് 2 അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത് Q2 റിസൾട്ടുകളും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 2 അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുമാണ്. അതോടൊപ്പം തന്നെ നവംബറിൽ അടുത്ത 2 അസംബ്ലി ഇലക്ഷനും ഉണ്ട്, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഇവൻറ്റുകളാണ് നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ ഉണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിൽ യുദ്ധമുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ മാർക്കറ്റിലുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാവുന്നൊരു ഇവൻ്റൊക്കെയാണ്. ഇതൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ഗവൺമെൻറ് ധാരാളം റിഫോം മെഷേഴ്സൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റ് പ്രത്യേകിച്ച് റെയിൽവേ സെക്ടറിൽ, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിൽ, റിന്യൂവബിൾ എനർജി രംഗത്തൊക്കെ വരുന്ന ഓരോ ന്യൂസ് ഫ്ലോസും വളരെ പോസിറ്റീവാണ്. ഒപ്പം സെമി കണ്ടക്ടർ രംഗത്തും ജനറേറ്റീവ് ആയ രംഗത്തും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. അപ്പോൾ അതാത് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നമുക്ക് കാണാം. ഒരു ബിഗ് ബാങ് റാലി ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ഒരു കാലിബ്രേറ്റഡ് അപ്പ് മൂവ് നമുക്ക് ഈ സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ കാണാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല IPOകൾ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ IPOകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ ബഡ്ജറ്റ് പിക്ക് ഒന്ന് കൊടുത്തിരുന്നു. ബഡ്ജറ്റ് ഡേ നമ്മൾ കൊടുത്തിട്ടുള്ള പിക്കായിരുന്നു കീറ്റെക്സ്. നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്ക് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കീറ്റെക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കീറ്റെക്സ് അപ്പാരൽ പാർക്ക് തെലങ്കാനയിൽ ആദ്യ ഫേസ് മാർച്ച് 2025 അനൗൺസ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. 2026 എൻഡോട് കൂടിയിട്ട് സെക്കൻഡ് ഫേസും കമ്മീഷൻ ചെയ്യും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് സ്പിന്നിങ് ഓപ്പറേഷൻസ് ഈ സെപ്റ്റംബർ, അതായത് സെപ്റ്റംബർ 2024 ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലാസ് ആണ്. അപ്പം Q1 റിസൾട്ട് വന്നിട്ടുള്ളത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡും ആണ്. അപ്പോൾ കീറ്റെക്സ് വീണ്ടും വലിയ രീതിയിൽ അടുത്ത 2 വർഷങ്ങളിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങുക. ഒപ്പം എല്ലാ പോർട്ട്ഫോളിയോയിലും ഞാൻ മുമ്പ് പല പോഡ്കാസ്റ്റുകളിലും പറഞ്ഞ പോലെ 10% അലോക്കേഷൻ ഗോൾഡിനും മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.